മുട്ടുമടക്കിയത് മുഖ്യമന്ത്രിയോ എന്നാണ് സൂപ്പർ പ്രൈം ടൈം ആദ്യം ചർച്ച ചെയ്യുന്നത്. ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, ഇന്നത്തെ സുപ്രീം കോടതി വിധി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ സർക്കാരിനെ എന്ത് പാഠമാണ് പഠിപ്പിക്കുന്നത്? സുപ്രീം കോടതി വിധി എല്ലാ സംസ്ഥാന ഗവൺമെൻറ്റുകൾക്കും ബാധകമാണ്. അതുകൊണ്ട് സെൻകുമാറിനെ തിരിച്ച് DGP സ്ഥാനത്ത് അവരോധിക്കണമെന്ന സുപ്രീം കോടതി വിധി പരിശോധിച്ച് നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി എന്ന് പറയുകയുണ്ടായി. അതിൻ്റെ മേൽ വേറെ അപ്പീൽ പോകുമോ ഇല്ലെന്നൊക്കെ ഗവൺമെൻറ്റാണ് തീരുമാനിക്കേണ്ടത്. ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ രാഷ്ട്രീയ പ്രേരിതമായി മാറ്റിയെന്നാണ് സുപ്രീം കോടതിയുടെ വിധിയിൽ പറഞ്ഞിരിക്കുന്നത്. ഒരു ഗവൺമെൻറ് പോയി വേറൊരു ഗവൺമെൻറ് വരുമ്പോൾ ആ ഗവൺമെൻറ് നയം നടപ്പാക്കാൻ പറ്റിയ ഉദ്യോഗസ്ഥന്മാരെ വയ്ക്കുക പുതിയ കാര്യമല്ല. ഇപ്പോൾ പഞ്ചാബിൽ ശ്രീ ഉണ്ണിത്താൻ്റെ പാർട്ടി കോൺഗ്രസ്സാണ് ഇപ്പോൾ അധികാരത്തിൽ വന്നത്. 43 IPS ഉദ്യോഗസ്ഥന്മാരാണ് ഒറ്റയടിക്ക് മാറ്റി. ക്യാബിനറ്റ് പോലും തീരുമാനിച്ചില്ല. ഇത് ക്യാബിനറ്റ് തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതുപോലെ യോഗി ആദിത്യനാഥ് മുസ്ലിം DGP വേണ്ട, അവൻ മാറ്റിയിട്ട് ഹിന്ദു DGP വെച്ചു. ആർക്കും ഒരു ആക്ഷേപമില്ല. കോടതിയിൽ അവരിപ്പോൾ UP പോയി കുറേ പോലീസുകാരെ നിയമിക്കണമെന്ന് ആവശ്യപ്പെട്ടു. അതിന് ഉത്തരവ് കൊടുത്തു. ഈ മുസ്ലിം DGP എന്ന് പറഞ്ഞാൽ DGP മാറ്റിയതിനെക്കുറിച്ച് സുപ്രീം കോടതിക്ക് ആക്ഷേപമില്ല. ഇവിടെ ഈ ഗവൺമെൻറ് വന്നപ്പോഴത്തേക്ക് ചില കേസുകളിലൊക്കെ അത് സെൻകുമാറിൻ്റെ മാത്രം വീഴ്ചയാണെന്ന് ആരും പറയുന്നില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ കാലത്ത് നടന്ന ചില സംഭവങ്ങളിൽ അദ്ദേഹത്തിനും കൂടെ പങ്കുണ്ടെന്നുള്ള നിലയിലാണ് ഇത് മാറ്റിയിരിക്കുന്നത്. ആ മാറ്റിയതിൻ്റെ ആ കേസിൻ്റെ പ്രാധാന്യം നോക്കുമ്പോൾ സുപ്രീം കോടതിക്ക് തോന്നി അത് അദ്ദേഹത്തിന് മാത്രം വീഴ്ചയല്ല, പലരുടെയും വീഴ്ചയുണ്ട്. അതിന് അദ്ദേഹത്തെ മാറ്റി ശരിയല്ലെന്ന് തോന്നി തിരിച്ചെടുക്കണമെന്ന് പറഞ്ഞു. കോടതി ഉത്തരവ് നടപ്പാക്കാൻ ഗവൺമെൻറ് തയ്യാറാണ്. പോലീസ് നയം ഓരോ ഗവൺമെൻറ്റും വരുമ്പോൾ പ്രത്യേകമായി കൈകാര്യം ചെയ്ത ചരിത്രം ഈ കേരളത്തിലുണ്ട്. 957 EMS നമ്പൂതിരിപ്പാട് വന്നപ്പോൾ അതുവരെ കോൺഗ്രസിൻ്റെ ഭരണകാലത്ത് ജന്മിമാരുടെയും ഭൂഷ്വാസിയുടെയും മുതലാളിമാരുടെയും ഗുണ്ടപ്പണി ചെയ്യുന്നതായിരുന്നു പോലീസിൻ്റെ പണിയെങ്കിൽ പരസ്യമായി EMS പറഞ്ഞു തൊഴിലാളിയുടെ സമരങ്ങളെ തല്ലിയൊതുക്കുകയും പാവപ്പെട്ടവൻ പോലീസ് സ്റ്റേഷനിൽ ചെന്നാൽ ജന്മിക്ക് വേണ്ടി അവൻ്റെ എല്ലടിച്ചൊടിക്കുകയും ചെയ്യുന്ന പണി പോലീസിൻ്റെ അല്ല എന്ന് മാത്രമല്ല, പോലീസ് സ്റ്റേഷനുകളിൽ പരാതിക്കാർ എല്ലാ സൗകര്യങ്ങളും ഇത് ഒരു പുതിയ DGPയെ ഇഷ്ടാനുസരണം വെച്ചതിന് ശേഷമുള്ളതല്ല. അവിടെയാണ് ഒരു മുഖ്യമന്ത്രി മാതൃകയാകുന്നത്. അവിടെയാണ് ഒരു നയം അതിൻ്റെ തിളക്കത്തോടെ വരുന്നത്. ശ്രീ TP സെൻകുമാർ, അല്ലാതെ കോടതി വരാന്തകളിൽ ഒരു DGPയുടെ സ്ഥാനവുമായി ബന്ധപ്പെട്ട് തായം കളിക്കാൻ ഇറങ്ങുന്നിടത്തല്ല. ഞാനൊന്ന് പറഞ്ഞു തൊട്ടെ. രണ്ടാമതൊരു സംഭവമുണ്ട്. ഇവിടെ 969 കേന്ദ്ര ഗവൺമെൻറ് ജീവനക്കാർ സമരം നടത്തിയപ്പോൾ കേന്ദ്രം CRP അയച്ചു. അന്ന് മുഖ്യമന്ത്രി EMS പറഞ്ഞു ആ വലിയ നീളം മുളയും ആയിട്ട് കട്ടത്ത് പിടിച്ച് പുരട്ടത്തിരുന്നോളണം. ഇവിടെ ലോ ആൻഡ് ഓർഡർ പ്രശ്നം കൈകാര്യം ചെയ്യേണ്ട ഈ ഗവൺമെൻറ്റാണ്. അത് ശരിയാണ്. കാരണം അപ്പോൾ ഒരു ഗവൺമെൻറ്റിന് ഒരു സെക്കൻഡ് സാർ, കേന്ദ്രസേന ഇവിടെ വന്നാലും ഇവിടുത്തെ ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരുടെ ഇപ്പോൾ ഒരു ജില്ലയിലാണ് വരുന്നതെങ്കിൽ ആ ജില്ലാ മേധാവിയുടെ നിർദ്ദേശാനുസരണമേ അവർക്ക് പ്രവർത്തിക്കാൻ കഴിയൂ. അതൊരു വലിയ മഹിമയല്ല. ഞാൻ ചോദിച്ചത് അങ്ങ് തന്നെ പറഞ്ഞ പോലെ 57 ഒരു പുതിയ DGPയെ വെച്ചുകൊണ്ടല്ല ഒരു നയമുണ്ട്. അത് നടപ്പാക്കണമെന്ന് പോലീസ് സേനയോട് ഇച്ഛാശക്തിയോടെ പറയുകയാണ്. ഇതാ ഇപ്പോൾ മേഖലാ യോഗങ്ങൾ ചേരുകയാണല്ലോ. എന്താ മുഖ്യമന്ത്രി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇടതു സർക്കാരിൻ്റെ ഒരു നയമുണ്ട്, അതാണ് ഇവിടെ പാലിക്കപ്പെടേണ്ടത് എന്ന്. അങ്ങനെയാണ് സെൻകുമാറിനെ നിലയ്ക്ക് നിർത്തേണ്ടിയിരുന്നത്. അതെ. അപ്പോൾ ഗവൺമെൻറ്റിന് ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ മാറ്റിയത് വലിയ അപരാധമായിട്ടൊന്നും ഈ ലോകത്ത് ചിത്രീകരിക്കുന്നത്. വേറെ പല സംസ്ഥാനങ്ങളിലും അത് മാറ്റിയിട്ടുണ്ട്. ഇവിടെ അത്തരത്തിലുള്ള നടപടി സ്വീകരിച്ച് ശരിയായില്ല. അദ്ദേഹത്തിന് 2 വർഷമെങ്കിലും കാലാവധി കൊടുക്കേണ്ടതായിരുന്നു. അത് കൊടുക്കാതെ മാറ്റിയത് ശരിയല്ല എന്നാണ് സുപ്രീം കോടതിയുടെ വിധി. ആ വിധിയെ ഗവൺമെൻറ് അനുസരിച്ച് കാര്യങ്ങൾ നടപ്പാക്കും. ഒരു കാര്യം ഇതിനകത്ത് ഈ വിധി വരുമ്പോൾ എടുക്കേണ്ടത്, സുപ്രീം കോടതി നീതിന്യായ വ്യവസ്ഥ പാർലമെൻ്ററി ജനാധിപത്യ വ്യവസ്ഥയുടെ മുകളിലാകരുത്. ഇതിനെ ഇപ്പോൾ എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നുണ്ടല്ലോ. എന്നാൽ പിന്നെ സംസ്ഥാന ഗവൺമെൻറ് വേണ്ട, കേന്ദ്ര ഗവൺമെൻറ് വേണ്ട. അതിലേക്ക് വരാം സാർ, അതിലേക്ക് വരാം. അതൊരു നിയമപ്രശ്നമാണ്, അതിലേക്ക് വരാം. അതിൽ ഈ ഉത്തരവ് വിശദാംശങ്ങളിലേക്ക് നമ്മുടെ ചർച്ച പോകുമ്പോൾ അതിൽ മറുപടിയുണ്ട്. ഞാൻ മറ്റതിഥികളിലേക്ക് വരാം. ഇപ്പോൾ DGP TP സെൻകുമാർ ടെലിഫോൺ ലൈനിൽ. ശ്രീ TP സെൻകുമാർ, ഇവിടെ ഈ കാറ്റിൽ തിരിച്ചടി, ഹൈക്കോടതിയിൽ തിരിച്ചടി, പിന്നെ സുപ്രീം കോടതിയിലേക്ക് പോകാമെന്ന് തോന്നിയത് എങ്ങനെയാണ്? കാരണം കാറ്റിലെ തിരിച്ചടി എന്ന് പറയുന്നത് വിശദമായ ഒരു വിധിയാണ്. അതിൻ്റെ സത്ത പൂർണ്ണമായും അംഗീകരിക്കുകയാണ് ഹൈക്കോടതിയും ചെയ്തത്. വലിയ സ്കോപ്പില്ല എന്ന് തോന്നിയ ഒരു ഘട്ടമാണല്ലോ അത്. പിന്നെയും സുപ്രീം കോടതിയിലേക്ക് ഈ നിയമയുദ്ധത്തിൽ പോകാൻ താങ്കളെ പ്രേരിപ്പിച്ചത് എന്താണ്? ഇത് എന്നോട് ചോദിക്കുന്നതാണോ? അതെ സാർ. ഇത് നോക്കൂ, കാറ്റിലും ഹൈക്കോടതിയിലെല്ലാം കേസ് നടത്തിയല്ല. എനിക്ക് തോന്നുന്നു എന്റെ ഭാഗത്തുനിന്ന് ചില പിഴവുകൾ ഉണ്ടായിരുന്നു അതിൽ.
കാര്യം അതിൽ വാസ്തവത്തിൽ ഒരു പർട്ടിക്കുലർ ഈ ഫയലുകൾ മാനിപ്പുലേഷൻ നടത്തിയ വ്യക്തിയെ ഞാനൊരു പേഴ്സണൽ റെസ്പോണ്ടന്റ് ആയിട്ട് വെക്കേണ്ടതായിരുന്നു. അങ്ങനെ വെക്കുകയാണെങ്കിൽ ആ മാലിഫൈഡ് പ്രൂവ് ചെയ്യാൻ വളരെ എളുപ്പമായിരുന്നു. അപ്പൊ അതുകൊണ്ട് കാറ്റിലും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലും അത് ഒരുപക്ഷെ എന്റെ ഭാഗത്ത് തന്നെ കുറവുകൾ ആയിരിക്കണം. ഈ സാധനം കൊടുക്കാത്തതുകൊണ്ടാണ് ഇത് വന്നത്. ഇപ്പൊ ഭാഗ്യത്തിന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഈ ഫയലുകൾ വിളിപ്പിച്ചു. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഫയലുകൾ കൃത്യമായിട്ട് കാണുന്നതിന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിക്ക് അവസരമുണ്ടായി. ഇത് നമ്മൾ കേസ് നടത്തുമ്പോൾ പലപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. എനിക്കത് ഒരു അനുഭവം കൂടിയാണ്. അപ്പൊ അതുകൊണ്ട് കാറ്റിലും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലും ഒരു പേഴ്സണൽ റെസ്പോണ്ടന്റ്, കാരണം ആരാണോ ഈ കാര്യങ്ങൾ ചെയ്തു വെച്ചത് അവരൊരു പേഴ്സണൽ റെസ്പോണ്ടന്റായി കൊടുക്കേണ്ടത് ആവശ്യമായിരുന്നു. അതിന് എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. അതൊരു ആവശ്യം ഉണ്ടായിരുന്നു, അത് നടത്തിയില്ല. അപ്പൊ അതിന്റെ ഒരു ഇമ്പാക്ട് ആ കേസിനുണ്ടായി. അത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ വന്നപ്പോഴേക്കും അത് കോടതി തന്നെ ഈ ഫയലുകൾ വിളിപ്പിച്ചതുകൊണ്ട് ആ ഫയലുകൾ കൃത്യമായിട്ട് കാണുന്നതിന് കോടതിക്ക് സാധിച്ചു. അത് ആ ജഡ്ജ്മെന്റിൽ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം. അപ്പൊ അതുകൊണ്ടാണ്. പിന്നെ മറ്റൊരു കാര്യമുള്ളത്, ഇത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ പ്രകാശ് സിംഗ് കേസ് എന്നൊക്കെ പറയുന്നത് അതനുസരിച്ച് മറ്റു കോടതികൾ തീരുമാനമെടുക്കുന്നില്ലെങ്കിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥനും ഒരു സുരക്ഷ ഉണ്ടാകില്ല. ഇപ്പൊ വാസ്തവത്തിൽ പോലീസിന് മാത്രമല്ല, TSR സുബ്രഹ്മണ്യം കേസിന് ശേഷം എല്ലാ IAS ഓഫീസർക്കും എല്ലാ IFS ഓഫീസർക്കും ശരിയാണ്. 2 വർഷത്തിനുള്ളിൽ ശരിയാണ്. ഒരു നിമിഷം, നമുക്ക് അതിന്റെ നിയമപരമായ മറ്റു വ്യാപ്തികളിലേക്ക് പോകുന്നതിന് മുൻപ് അടിയന്തരമായി താങ്കളുമായി ബന്ധപ്പെട്ട 1-2 ചോദ്യങ്ങൾ കൂടി സാർ. സർക്കാർ ഇതിൽ തുടർ നിയമ വ്യക്തതയ്ക്ക് വേണ്ടി കോടതിയെ സമീപിക്കുകയാണ് എങ്കിൽ അത് താങ്കൾക്കിനി ജൂൺ വരെയുള്ളൂ സമയം. ആ സമയം അപഹരിക്കപ്പെടുന്നതാകും, ഈ കോടതി ഉറപ്പു തന്ന നീതി നഷ്ടപ്പെടുന്നതാകും എന്നൊരാശങ്ക താങ്കൾക്കുണ്ടോ? എനിക്ക് ഒന്നിനെ പറ്റി ഒരു ആശങ്കയുമില്ല. എനിക്ക് നോക്കൂ, ഞാൻ ആ തലമൊക്കെ വിട്ടു. അങ്ങനെ ആശങ്കയുള്ള ആളായിരുന്നെങ്കിൽ നമ്മൾ ഈ കേസിനൊന്നും പോകില്ലായിരുന്നല്ലോ. അപ്പൊ ആ തലമൊക്കെ വിട്ടതാണ്. അപ്പൊ അതുകൊണ്ട് അതിനെപ്പറ്റി യാതൊരു ആശങ്കയുമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ബഹുമാനപ്പെട്ട സുപ്രീം കോടതി നിയമപരമായിട്ട് ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ഗവൺമെന്റ് നമ്മുടെ ഭരണഘടനാപരമായിട്ടുള്ള ഉള്ള ഒരു സംവിധാനം നിലവിലുണ്ട്. അവരത് അതിന് അർഹിക്കുന്ന പ്രാധാന്യത്തോടെ അതിന്റെ ശരിയായ നടപടികൾ എടുക്കുമെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. ഒരു ഘട്ടത്തിൽ താങ്കളുടെ അഭിഭാഷകൻ വാദിക്കുകയുണ്ടായല്ലോ, താങ്കളുടെ നഷ്ടപ്പെട്ടു പോയ സർവീസ് കാലം കൂടി പുനഃസ്ഥാപിക്കണമെന്ന്. ഈ കോടതി ഉത്തരവിൽ അതില്ല. അതൊരു അവകാശവാദമായി വീണ്ടും ഉന്നയിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ, അതോ അതില്ല? നോക്കുക, ഇപ്പൊ നമ്മള് കോടതികളില് പല ആവശ്യങ്ങളും ഉന്നയിക്കും. കാരണം നമ്മള് പലപ്പോഴും എന്താണ് ചെയ്യുന്നത്, അത് അഭിഭാഷകരുടെ പ്രത്യുൽപ്പന്ന മതിത്വം അതനുസരിച്ചാണ് പല ചോദ്യങ്ങളും ആക്ച്വലി എന്റെ പ്രധാനമായിട്ട് എനിക്ക് വേണ്ടി കേസ് കോടതിയിൽ വാദിച്ച ദുഷ്യന്ത് ദാവേജി ചോദിച്ചത്. അപ്പൊ അത് അദ്ദേഹം നല്ലൊരു അഡ്വക്കേറ്റ് ആയതുകൊണ്ട് അദ്ദേഹം പലരും ചോദിച്ചു. അപ്പൊ അത് അനുസരിച്ച് ആണ് എല്ലാ ജഡ്ജ്മെന്റും വരുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റും. ശരി. താങ്കൾ ഒരു വശത്ത് താങ്കളുടെ രാഷ്ട്രീയം അടക്കം ചൂണ്ടിക്കാട്ടി താങ്കളെ നിരന്തരം വിമർശിച്ച പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി എതിർവശത്ത്, എങ്ങനെയൊക്കെ താങ്കൾ ഔദ്യോഗികമായ ചുമതലയിലിരിക്കുമ്പോഴുള്ള പരിമിതി ഉള്ളപ്പോൾ പോലും നിങ്ങൾ തമ്മിലുള്ളൊരു സംഘടനമായിട്ടാണ് ഇത് പൊതുവിൽ വിലയിരുത്തപ്പെട്ടത് പൊതുസമൂഹത്തിന് മുൻപാകെ. ഈ പൊതുസമൂഹത്തിന് വലിയൊരു റോളുണ്ടല്ലോ. ഈ താങ്കൾ നടത്തിയ നിയമയുദ്ധത്തിലും അതൊരു വലിയ ഫാക്ടറായി വന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് അതിനെ അങ്ങനെ നിരാകരിക്കാൻ കഴിയില്ല. അങ്ങനെ വരുമ്പോൾ സെൻകുമാർ മുട്ടുമടക്കിച്ചു മുഖ്യമന്ത്രിയെ, അങ്ങനെ ഒരു തോന്നലുണ്ടോ? എനിക്ക് ഒരിക്കലുമില്ല. ഞാൻ ഇതുവരെ എല്ലാ മീഡിയയോടും ഞാൻ പറഞ്ഞു, ഇതിന്റെ രാഷ്ട്രീയമായിട്ടുള്ള ഒരു കാര്യം ഞാൻ പറയുന്നില്ല. പക്ഷെ എനിക്ക് പരാതിയുണ്ട്, എനിക്ക് പ്രതിഷേധമുണ്ട്, എനിക്ക് എന്താണ് പറയുന്നത്, ബഹുമാനപ്പെട്ട കേരള ഗവൺമെന്റ് തുടർ നടപടികൾ എടുക്കണമെന്ന് ആഗ്രഹമുള്ള കാര്യം, എങ്ങനെയാണ് ഈ 3 വ്യാജ ഫയലുകൾ, ഈ വളരെയധികം കൃത്രിമത്വം നിറഞ്ഞ മാനിപ്പുലേറ്റഡ് ആയിട്ടുള്ള ഫയലുകൾ ഉണ്ടാകാൻ കാരണം? ആരാണ് അതിന് റെസ്പോൺസിബിൾ? ആ വ്യക്തിയെ കണ്ടെത്തി അവർക്ക് ശിക്ഷാ നടപടി ഉണ്ടാകണം എന്ന് എനിക്കൊരാഗ്രഹമുണ്ട്. കാരണം എനിക്കതല്ലാതെ, ഞാൻ പറഞ്ഞില്ലേ, ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന നിലയ്ക്ക് എനിക്ക് വളരെയധികം ട്രാൻസ്ഫറുകളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് 2 ഗവൺമെന്റിന്റെ കാലത്തും. ഇപ്പൊ നമുക്ക് ഇവിടെ സാധാരണ UDF ഗവൺമെന്റ് LDF ഗവൺമെന്റ് ഉണ്ടാകുന്നത്. കഴിഞ്ഞ 30 വർഷത്തിൽ ഞാൻ 7 വർഷമാണ് ലോക്കൽ പോലീസിലുണ്ടായത്. ആ 7 വർഷത്തിൽ 3.5 വർഷം LDF ഗവൺമെന്റിന്റെ കാലത്തും 3.5 വർഷം UDF ഗവൺമെന്റിന്റെ കാലത്തുമായിരുന്നു. ബാക്കിയുള്ള 23 വർഷം ഞാൻ പോലീസിന് പുറത്തായിരുന്നു. അതൊക്കെ മനസ്സിലാക്കുക. അപ്പൊ അതിനൊന്നും ഞാൻ ഒരു കംപ്ലൈന്റിനും പോയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ അത്തരം കാര്യങ്ങളെ പറ്റി അധികം പരിഗണിക്കുന്നില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഒരു വിധി വന്നിട്ടുണ്ട്.
ഇവിടെയുള്ള ഗവൺമെന്റ് അതിന് നിയമാനുസൃതമായ നടപടികൾ എടുക്കുന്നതാണ് ഇനി എന്റെ വിശ്വാസം. ശരി, പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി വന്നതിന് ശേഷം എടുത്ത ആദ്യത്തെ സുപ്രധാനമായ തീരുമാനമായിരുന്നു താങ്കൾ ഇനി ക്രമസമാധാന ചുമതലയുള്ള DGP ആയി അവിടെ ഇരിക്കേണ്ട എന്ന്. ഇന്നിപ്പോൾ സുപ്രീം കോടതിയിൽ നിന്ന് സമ്പാദിച്ച വിധിയുമായി താങ്കൾക്ക് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലെ കസേരയിൽ ഉറച്ചിരിക്കാൻ കഴിയും. പക്ഷേ മുഖ്യമന്ത്രിയുടെ കസേരയിൽ മുഖ്യമന്ത്രിയും ഒന്ന് ഉറച്ചിരുന്നാൽ രണ്ട് ഉറച്ച കസേരകളിൽ ഉറച്ച നിലപാടോടെ ഏതറ്റം വരെയും യുദ്ധം ചെയ്യാൻ പുറപ്പെട്ടിരിക്കുന്ന നല്ല വിപതി ധൈര്യമുള്ള രണ്ടു പേരുടെ ഏറ്റുമുട്ടലുകളായിരിക്കുമോ ഇനി ജൂൺ 30 വരെ കാണാൻ പോകുന്നത്? അതോ സൗഹാർദ്ദത്തോടെ പ്രവർത്തിക്കാൻ കഴിയുമോ? നോക്കൂ, ഇതെല്ലാം സാങ്കല്പിക ക്വസ്റ്റ്യൻസ് ആണ്. ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ എങ്ങനെ വർക്ക് ചെയ്യണം എന്നുള്ളത് ഞാൻ ഇതുവരെ ഈ കേരളത്തിൽ വന്ന് 34 വർഷം അല്ലെങ്കിൽ എന്റെ ടോട്ടൽ 36 വർഷവും നമ്മൾ കാണിച്ചിട്ടുണ്ട്. അതിന് ഏതെങ്കിലും ഗവൺമെന്റിന് പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ? ഇപ്പൊ 2006 വന്ന LDF ഗവൺമെന്റ് ആണ് എന്നെ പെട്ടെന്ന് സോണിൽ ഒരു വർഷം മാത്രം സോണിലിരുന്ന് എന്നെ എടുത്ത് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനിലിട്ടു. ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനിൽ നിന്ന് എന്നെ അന്നത്തെ ട്രാൻസ്പോർട്ട് മന്ത്രി ബഹുമാനപ്പെട്ട മാത്യു ടി തോമസ് സാറ് വന്ന് ക്ഷണിച്ചാണ് KSRTC കൊണ്ടുപോയത്. KSRTCയിൽ ഞാൻ ജോലി ചെയ്യാതിരുന്നു. ഞാനുമായിട്ട് ഏതെങ്കിലും എന്താണ് അവിടെയുള്ള CITUകാരോ അല്ലെങ്കിൽ അവിടെയുള്ള CPMകാരോ അല്ലെങ്കിൽ ഗവൺമെന്റിലുള്ള CPMോ ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? അപ്പൊ അതുകൊണ്ട് ഇതെല്ലാ അവസ്ഥകളും ഞാൻ കണ്ടിട്ടുള്ളതാണ്. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുമില്ല. ശരി, ശ്രീ സെൻകുമാർ, താങ്കൾക്ക് കിട്ടേണ്ട നീതിക്ക് വേണ്ടി യുദ്ധം ചെയ്തുവെങ്കിലും ഇതിനിടയിൽ സ്ഥാനം നഷ്ടപ്പെട്ടൊരു വ്യക്തി നമ്മുടെ മുന്നിലുണ്ട്, ബെഹ്റ. അന്ന് താങ്കൾ പോലീസ് ആസ്ഥാനത്ത് വെച്ച് തന്നെ പറയുകയുണ്ടായി സെൻകുമാറിന് ഒരിക്കലും ബെഹ്റയാകാൻ കഴിയില്ല എന്ന്. അന്ന് വിജയിച്ച ഒരാളായാണ് ബെഹ്റ നിന്നത്. ഇന്നിപ്പോൾ അദ്ദേഹത്തിന് ഒരു സ്ഥാനനഷ്ടം വന്നിരിക്കുന്നു. ഒരർത്ഥത്തിൽ പരോക്ഷമായൊരു പരാജയത്തിൻ്റെ ഭാഗത്താണ് ബെഹ്റയുള്ളത്. അന്നത്തെ ആ മറുപടിക്ക് ശേഷം ഇന്നിപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു നിലയെപ്പറ്റി താങ്കളുടെ ഒരു വിലയിരുത്തൽ എന്താണ്? അല്ലെ, നോക്കൂ, ബെഹ്റയ്ക്ക് ഇനിയും സമയമുണ്ടല്ലോ. ബെഹ്റയ്ക്ക് 2021 വരെ സമയമുള്ള ആളാണ്. പിന്നെ ഇതില് ബെഹ്റയെ പറ്റി ഞാൻ ഒന്നും എന്റെ കേസിൽ പറഞ്ഞിരുന്നില്ല. ബെഹ്റ ഒരു നെസസറി റെസ്പോണ്ടന്റ് മാത്രമായിരുന്നു. അതല്ലാതെ ബെഹ്റയെ പറ്റി ഇപ്പൊ സുപ്രീം കോടതിയിൽ ഒരു വാക്ക് പോലും ഞാൻ എഴുതി കൊടുത്തില്ലല്ലോ ബെഹ്റയെ പറ്റി ഒന്നും. അപ്പൊ അതൊരു നെസസറി റെസ്പോണ്ടന്റ് ആയിട്ട് അത് എടുക്കാതെ എനിക്ക് കേസ് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് മാത്രം കൊടുക്കുന്നതാണ്. ശരി, എനിക്ക് അദ്ദേഹത്തിന് ധാരാളം സമയമുണ്ടെന്ന് താങ്കൾ പറഞ്ഞുകൊണ്ട് ഞാൻ അത് അവിടെ വിടുകയാണ്. എനിക്ക് പ്രധാനമായും ചോദിക്കാനുള്ള ഒരു കാര്യം, ശ്രീ TP സെൻകുമാർ, താങ്കൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യം നളിനി നെറ്റോയുമായി ബന്ധപ്പെട്ട്. താങ്കൾ ആ പേര് പറയുന്നില്ല, അത് താങ്കളുടെ മാന്യത. പക്ഷേ അന്നത്തെ ഈ അഡീഷണൽ ചീഫ് സെക്രട്ടറി, അന്നത്തെ ഹോം സെക്രട്ടറി നളിനി നെറ്റോ ഏപ്രിൽ 13 2016 കൊടുക്കുന്ന റിപ്പോർട്ടും മെയ് 26, 2016 പെട്ടെന്നൊരു ഉൾവിളി കിട്ടിയ പോലെ തയ്യാറാക്കുന്ന റിപ്പോർട്ടും, ഇത് രണ്ടുമുണ്ട്, കോടതി വിളിച്ചു വരുത്തി പരിശോധിച്ചതുമാണ്. പക്ഷേ സാർ, ഏപ്രിൽ 13 ഫോർജ്ഡ് അല്ല എന്നും മെയ് 26 ഫോർജ്ഡ് ആണ് എന്നും താങ്കൾ വാദിക്കുന്നത് എന്തുകൊണ്ടാണ്? നോക്ക്, ആ ഫയൽ നിങ്ങൾക്ക് കാണാം, നിങ്ങൾക്ക് റൈറ്റ് ഇൻഫർമേഷനിൽ കിട്ടും. ഈ ഏപ്രിൽ 13 അന്ന് ആ കംപ്ലീറ്റ് എല്ലാ റിപ്പോർട്ട്സും പരിഗണിച്ച ശേഷം ഒരു റിപ്പോർട്ട് ബഹുമാനപ്പെട്ട അന്നത്തെ ആഭ്യന്തര മന്ത്രിക്കും ബഹുമാനപ്പെട്ട അന്നത്തെ മുഖ്യമന്ത്രിക്കും കൂടി വരുന്നു. അത് ഏപ്രിൽ 14 അന്ന് ഹോം മിനിസ്റ്റർ പറഞ്ഞ് ചീഫ് മിനിസ്റ്റർ എനിക്ക് ആ ഫയൽ കൊടുത്തയക്കുന്നു. ഞാൻ ആ ഫയലില് എന്റെ 9 ഒപ്പീനിയൻ അതിലെ ഒരു അഡീഷണൽ ഷീറ്റിൽ എഴുതി കൊടുത്ത് അറ്റാച്ച് ചെയ്ത് വിടുന്നു. അതിനെ പ്രതി അന്നത്തെ മുഖ്യമന്ത്രി ഒരു നിർദ്ദേശം അന്നത്തെ ഹോം മിനിസ്റ്റർക്ക് കൊടുക്കുന്നു. ആ ഫയൽ അന്ന് തന്നെ അപ്പോൾ തന്നെ ഹോം മിനിസ്റ്റർക്ക് എത്തുന്നു. അത് അവിടെ കീപ്പ് ചെയ്യുന്നു. കാരണം അന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ സിറ്റിംഗ് ഉണ്ട്. ഞാൻ എന്റെ ഏറ്റവും അവസാനത്തെ സജഷൻ എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഇന്നത്തെ തീരുമാനങ്ങൾ കൂടി പരിഗണിച്ചായിരിക്കാം അടുത്ത നടപടികൾ എന്നാണ് എന്റെ അവസാനത്തെ എല്ലാം ഒരു സജഷൻ ഉണ്ടാകുന്നത്. ആ പേജ്, അതായത് അന്നത്തെ മുഖ്യമന്ത്രി, ഞാൻ അതിന്റെ സാങ്കേതികത്തിലേക്ക് പോകുന്നില്ല. മെയ് 26 റിപ്പോർട്ട് നിർണായകമായിരുന്നു താങ്കളെ ക്രമസമാധാന ചുമതലയുള്ള DGP എന്ന പദവിയിൽ നിന്ന് മാറ്റുന്നതിൽ. എന്ന് വെച്ചാൽ താങ്കൾ ഫോർജ്ഡ് എന്ന് പറയുന്ന ഒരു രേഖ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് ആധികാരികമായിരുന്നു. ആ ബോധ്യപ്പെടലിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം തീരുമാനമെടുത്തിട്ടുണ്ട്. ഈ നിങ്ങൾ പറയുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ചാർജ് എടുത്തത് 25-ാം തീയതി മാത്രമാണെന്നും കൂടി ഓർക്കുക. അതെ, 26-ാം തീയതി റിപ്പോർട്ട് പോകുന്നു.